ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഉച്ചക്ക് നമ്മൾ റെസിപ്പിയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നെങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ. അപ്പം നമ്മളിന്ന് വീഡിയോ തുടങ്ങട്ടെ. അപ്പം നമ്മളിന്ന് രാവിലെ മയക്കാറും എല്ലാം കൂടി കണ്ടപ്പോൾ ഇങ്ങനെ ഫോണൊന്നും ഇങ്ങനെ പുറത്തേക്ക് കാട്ടിയതാട്ടാ. ഇപ്പം പെയ്യും എന്നുള്ള കോലത്തിലാണ് ഇട്ടത്. അപ്പോൾ ഉള്ള വിറകൊക്കെ എടുത്തേക്കലും പിന്നെ മിറ്റും തൊടും ഒക്കെ അടിച്ചാലും ഞാൻ മാത്രമല്ല കേട്ടാ, അടുത്തുള്ള കുട്ടികളൊക്കെ അടിച്ചു തരുന്നുണ്ട്. മഴ പെയ്യാൻ വരുന്നതെന്ന് കാണുമ്പോൾ അപ്പോൾ ഒരു അടിക്കലും വാരലും ചുടലും എല്ലാം കൂടിയാണ് ഈ കരട്ടാ. അപ്പം നമ്മളും കുറേ ചമ്മലും ഇതൊക്കെ ചുട്ട് അപ്പോൾ ഒരു നമ്മളെ പൂച്ചയും കുട്ടിയും കൂടി ലോങ് ജമ്പൊക്കെ പഠിക്കട്ടാ, കുട്ടീനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചാടി മതിലിങ്ങോട്ട് ചാടി. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചാടിനൊക്കെ ഒന്ന് കണ്ടപ്പോൾ മോനൊന്ന് എടുത്തതാണ് കേട്ടത്. ഓനക്ക് ഇങ്ങനെ ഈ പൂച്ചാളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്നുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മിറ്റടിക്കലും ചമ്മൽ ചുടലും വിറകെടുത്തക്കലും എല്ലാം കൂടിയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ കുക്കിങ് മാത്രമാകുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ മിറ്റൊക്കെ കണ്ട് അടിച്ചേരി കുറേ ചമ്മലൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ചുട്ട് തീയൊക്കെ അമർന്നതിൻ്റെ രസമാട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടത്. അപ്പോൾ മഴ വരാനാവുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. മഴ വരുന്നേന്ന് വിചാരിച്ചിങ്ങനെ. അപ്പോൾ ഇതാ നമ്മൾ നെടുമ്പരൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വിറകും ചകിരിയും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ആക്കിയിരിക്കണം. മഴ വരുന്നതെന്ന് കാണുമ്പോൾ പിന്നെ എല്ലാം നുള്ളി പെറുക്കിയൊക്കെ റെഡിയാക്കിയിരിക്കണം കേട്ടോ. ഇനി മഴനെങ്ങനെ കാത്ത് നിൽക്കുകയാണ്, മഴ വന്നാൽ മതി. അപ്പോൾ കുറച്ച് ദിവസമായിക്കൊണ്ട് ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് വിറകെടുത്തക്കലും എല്ലാം കൂടി. അപ്പോൾ എല്ലാവർക്കും അതന്നെ കേട്ടോ, എല്ലാവർക്കും പണി. അപ്പോൾ അതിന് നമ്മളെ പഞ്ചായത്തിൻ്റെ വെള്ളം വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മളൊരു 200 ലിറ്ററിൻ്റെ ഒരു ചെറിയ ഒരു റമ്മുണ്ട് കേട്ടോ. അപ്പോൾ അതിക്കൊണ്ട് ആക്കി തരുമോ. അപ്പോൾ ഒരു പറയാണ് ചെറിയ റമ്മുക്കൊക്കെ അല്ല കുറച്ച് വെള്ളമേ തരുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 200 ഉള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ അടിച്ച് നിൽക്കാണ്ട് ഒരു പോവുകയാണ്. അപ്പോൾ ഈ വോൾട്ടേജിൻ്റെ കമ്മിയും പിന്നെ വെള്ളം കിണറിൽ കുറവ് തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മൾ ആവശ്യത്തിനുള്ള പിന്നെ കുളിക്കാൻ ബാത്റൂമിലേക്കൊക്കെ അതന്നെ ആക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തെന്ന പാത്രങ്ങളെല്ലാം കൂടി മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിക്കാണ്ടേ പഴയ കാലത്ത് മോറിനെ മാതിരി കൈകിനെ മാതിരി നമ്മളൊന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ എന്താ ഒതുങ്ങണില്ല, അതേ കുഴപ്പമുള്ളൂ കേട്ടോ, അല്ലാത്ത തിരക്കടൊന്നുമില്ല. പഴയ കാലത്തേക്കൊക്കെ ഒരു തിരിഞ്ഞോട്ടാണ് കേട്ടോ. അപ്പം പഴയ കാലത്ത് ഇങ്ങനെയുള്ള പാത്രമൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിക്കാണ്ട് പിന്നെ പാത്രത്തിൽ വെള്ളം എടുത്ത് കാണ്ടുള്ള മോറലല്ലേ. ഇപ്പോൾ പിന്നെ പൈപ്പൊക്കെ അതിൻ്റെ രസം പിന്നെ അതൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഈ വെള്ളം ഇങ്ങനെ കൈക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ പിന്നെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ പിന്നെ ബാത്റൂമിക്കൊക്കെ പൈപ്പിൽ നിന്ന് തന്നെ വേണ്ടി വരും. അപ്പം ടാങ്കിത്തെ വെള്ളം അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചാണ്ടേ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കണ്ടിട്ടാ. അപ്പോൾ നമ്മൾ വേണ്ടി വന്നാൽ ചക്ക വേലുമലും കായ്ച്ചെന്ന് പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ ചില നേരത്തെ നമ്മൾ ചെയ്യേണ്ടി വരും. എപ്പോഴും ഒരേപോലെ ഉണ്ടാവില്ല, എപ്പോഴും പൈപ്പിൽ നിന്ന് കിട്ടിയെന്നും വരും കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. ഇങ്ങനെ കഴുകുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് വെള്ളം കൂടുതലാവണുണ്ടോയെന്ന്. മറ്റേ പൈപ്പിലാവുമ്പോൾ നമ്മളിങ്ങനെ കുറേ ദിവസം തിരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കൈകൊണ്ടും കൈപ്പാട്ടുകൊണ്ടൊക്കെ അല്ലേ മുക്കി വെച്ചല്. അപ്പോഴൊക്കെ വെള്ളം കൂടുതലാവണുണ്ടോ എന്നൊരു തോന്നല്. അപ്പോൾ പിന്നെ അതൊക്കെയാണ് കഴുകിയൊക്കെ ഉണ്ട് അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ മുടിയാൾസിൻ്റെ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഇടിച്ചക്ക കൊണ്ടുവന്നിട്ട് നമ്മൾ ആപ്പാൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇടിച്ചക്ക നല്ല ഇടിച്ചക്കൊക്കെ പ്രായമുള്ള പാകത്തെ ഇടിച്ചക്ക കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ അതാട്ടെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചത്. ആ പിടിച്ചക്കൊക്കെ കഷ്ണാക്കിക്കാണ്ട് നമുക്ക് തോലിങ്ങനെ ചെറുതാക്കി ഇതാക്കുമ്പോൾ തോല് ചെത്താൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തോലൊക്കെ ചെത്തിക്കാണ്ട് പിന്നെ പീസാക്കിക്കാണ്ട് മുറിച്ച് വെച്ചിക്കണേ. അപ്പം ഇനി നോക്കിയിട്ടാ. അപ്പോൾ നമ്മളെ മിക്സിൻ്റെ 2ാമത്തെ ജാറില്ലേ അതിലേക്ക് ഇട്ടുകാണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ച് നോക്കി. അപ്പോൾ നല്ല ഉസാറായിട്ട് ഒരേ ലെവലിലുണ്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴാട്ട് പിന്നെ നമ്മൾ ശരിക്കും വീഡിയോ എടുത്തത്. അതേ ശരിക്കും വീഡിയോ എടുത്തിട്ടില്ലേനി. അപ്പോൾ ഈ ചെറിയ പീസാക്കിക്കാണ്ട് ഇതിലിട്ടുകാണ്ട് ഒരു 1-2 പിന്നെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ല നല്ല ഉഷാറായിട്ട് നല്ല ഉപ്പേരിക്ക് പാകത്തെ മട്ടത്തിലിട്ടാ. ഒരു കാണാനും രസമുണ്ട്, കഴിക്കാനും രസമുണ്ട് കേട്ടോ. അപ്പോൾ ആ 2ാമത്തെ ജാറിൽ ഇട്ടുകാണ്ട് അപ്പോൾ ചിലവർക്ക് അറിയിക്കാരം, പൊടിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കേണ്ടി.
അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടാച്ചിട്ടാട്ടെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് പൊടിച്ചുകാണ്ട് കുക്കർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വേവാണ്ടാവും, നല്ല വേവാഞ്ഞാൽ വയറ് വേദന ആവട്ടാ. അപ്പോൾ അതാട്ടെ നമ്മൾ കുക്കറിലിട്ടുകാണ്ട് ഒന്നുണ്ട് ഒരു വിസിലടുപ്പിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതാ നല്ല പൊടിഞ്ഞ് കണ്ടില്ല, നല്ല ഉഷാറായി വന്നിട്ടാ. തോരൻ വെക്കാനുള്ള ഉഷാറിലായിക്കണേ. അപ്പോൾ അതിക്ക് പാകത്തെ ഉപ്പിട്ടുകാണ്ട് ഒന്ന് നമ്മളുണ്ട് കുഴച്ചെടുത്തുകാണ്ട് ഒരു ലേശം വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം ഈ ജാറ് കഴുകിങ്ങാണ്ട് അതിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് ഒരു 1-2 വിസിലടിച്ചുകാണ്ട്, അതിൽ കൂടുതലാവരുത് കേട്ടാ. ഒരു 1-1.5 വിസിൽ അടിച്ചുകാണ്ട് നമ്മളുണ്ട് എടുത്ത് വെച്ചിരിക്കണം. അപ്പം ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടാ. അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണ മായി തന്നെയാണ് ഈ കാര്യം. എന്നാലും ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ കടുകിട്ട് മൂപ്പിച്ചുകാണ്ട് പിന്നെ അരി വറുത്ത് പൊടിച്ചിട്ട് കാണ്ട് ഉണ്ടാക്കലുണ്ട്. പിന്നെന്താണ് മുതിര വറുത്ത് പൊടിച്ചിട്ട് കാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പല സൈസിലും ഉണ്ടാക്കലുണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടാവും ഇക്കാരം. പല ടേസ്റ്റും ആയി വരും. അപ്പോൾ കടുകൊക്കെ മൂത്ത് വന്നതിന് രസം നമ്മളിതാ വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ അത് ടേസ്റ്റ് കൂടിക്കോളും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി. എല്ലാവർക്കും ചിലർക്കൊക്കെ ഉണ്ടാക്കണം മടിയോണ്ട് ഉണ്ടാക്കില്ല. ഏറ്റവും നല്ല സാധനം കേട്ടോ. ഇതൊക്കെ ഇപ്പോഴാണ് കഴിയും. ഇനിയിപ്പോൾ ചക്ക മഴയൊക്കെ പെയ്താൽ ഉള്ളതൊക്കെ പോക്കാനും ഇതിനൊക്കെയാണ് തുടങ്ങും, കേട് വരാനും അതിനൊക്കെ തുടങ്ങും കേട്ടോ. ഇപ്പോൾ ഉണ്ടായി വരുന്ന ചക്കകളുണ്ടാവും, ചെറിയ ചക്കകൾ. അപ്പോൾ അതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല സുഖമായിട്ട്, നല്ല കാണാനും രസമുണ്ട്, കഴിക്കാനും രസമുണ്ട്. നമ്മളൊക്കെ പറഞ്ഞിരിക്കണേ. അപ്പം ഇനി നമ്മൾ അതൊക്കെ മൂത്തിൻ്റെ ശേഷം നമ്മളിതാ പിന്നെ വെന്ത ചക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവും. അതാട്ടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വീഡിയോ എടുത്ത് വിടേണ്ടത്. അല്ലാതെ അറിയാഞ്ഞിട്ടും ഇതായിട്ടൊന്നുമല്ല, അറിയുന്നവർക്ക് ഓർമ്മ ആകാനും അറിയാത്തവർക്ക് അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഇട്ട് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് തേങ്ങയും പച്ചമുളകും അരച്ചുകാണ്ട് അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകറി ഇവിടെ അയക്കണേ. അതൊക്കെ ഒന്ന് ഇടയിലൊക്കെ ഒന്നും കാണിച്ച് തരിക കേട്ടോ. പിന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും പിന്നെ നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തേങ്ങൻ്റെ ചമ്മന്തി ഇടാൻ മറന്നിട്ടാ. അതട്ടോ ഒടുവിന് ഇട്ടെടുത്തത് കഴിഞ്ഞെന്ന് വിചാരിച്ച് നിന്നിട്ട്. അപ്പോൾ എന്തോ ഒരു മറന്ന മാതിരി നമുക്ക് വേഗം മറവി വരുമല്ലോ. അപ്പോൾ ആ തേങ്ങ ചതച്ചത് അതിൽ ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങയും പച്ചമുളകും ചതച്ചത്. അപ്പോൾ ഒന്നുകൂടി ഉഷാറായിട്ടാണ്. പിന്നെ അരി വറുത്തുണ്ടെങ്കിൽ അതിന് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ സമയമൊക്കെ വൈകിയപ്പോൾ പിന്നെ ഞാൻ അതിന് നിന്നില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടാ. ഇതുണ്ടാക്കി കൊടുത്താൽ എല്ലാവരും തിന്നും. ഷുഗറിന് നല്ലതാണ്. പിന്നെ ക്യാൻസർ വരാതെക്കാൻ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ലതെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.